ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാം. അതിന്റെ പേര് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്നാണ്. പ്ലാന്റിൽ നടക്കുന്ന റെസ്പിറേഷൻ. സത്യകാലിലും പ്ലാന്റിൽ നടക്കുന്ന റെസ്പിറേഷൻ ഒന്നുപോലെ തന്നെയാണ്. എങ്കിലും റെസ്പിറേഷൻ പ്ലാന്റ് എന്ന ഹെഡിങ്ങിലുള്ള പല കാര്യങ്ങൾ പഠിക്കുക. പിന്നെ പ്ലാന്റിൽ ഉള്ള ചില റെസ്പിറേഷൻ മെത്തേഡുകൾ അനിമൽസിലില്ല. അനേറോബിക് റെസ്പിറേഷൻ പ്ലാന്റ് നടക്കുന്ന മെത്തേഡ് അല്ല അനേറോബിക് റെസ്പിറേഷൻ അനിമൽ നടക്കുന്നത്. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അടിസ്ഥാന റെസ്പിറേഷൻ അതിന്റെ എൻസൈമുകളല്ല ഒന്നും തന്നെ. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഒന്നാമത്തെ ചാപ്റ്ററാണ് respiration in plants. ഇതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റെസ്പിറേഷൻ നമുക്കറിയാം. അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. റെസ്പിറേഷൻ എന്താണ് കിട്ടുന്നത്? എനർജിയാണ് കിട്ടുന്നത് അല്ലേ. സോ ആൾ ലിവിംഗ് ഓർഗാനിസംസ് നീഡ് എനർജി ആണല്ലോ. എല്ലാം ജീവിക്കാൻ എനർജി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ പ്ലാന്റിന് എനർജി എന്തിനൊക്കെ വേണമെന്ന് വെച്ചാൽ അനിമലിന് വേണ്ടുന്നത്രയുള്ള എനർജി പ്ലാന്റിന് വേണ്ട. കാരണം അനിമൽസിന് ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തലച്ചോറ്, പിന്നെ മസിൽസ്, ദെൻ ബ്ലഡ് സർക്കുലേഷൻ, ദെൻ നെയർ ട്രാൻസ്മിഷൻ, ദെൻ മൂവ്മെന്റ്. ഇതൊക്കെ ഒരുപാട് എനർജി വേണം. ദെൻ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊക്കെ വേണം. പക്ഷെ ഇതൊന്നും ആർക്കില്ല, പ്ലാന്റിനില്ല. അതുകൊണ്ട് എനർജി അളവ് വളരെ കുറവാണ്. പക്ഷെ എന്തെങ്കിലും എനർജി വേണമെന്നുള്ളതാണ്. നീഡ് ഫോർ അബ്സോർപ്ഷൻ, പദാർത്ഥം വലിച്ചെടുക്കാൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് അബ്സോർപ്ഷൻ പഠിച്ചാലേ. ദെൻ ട്രാൻസ്പോർട്ട്സ്, ദെൻ മൂവ്മെന്റ്, ദെൻ റീപ്രൊഡക്ഷൻ. ഇതിനൊക്കെ എനർജി വേണം. മൂവ്മെന്റിന് എനർജി ഉണ്ട്. പ്ലാന്റിന് മൂവ്മെന്റ് ഉണ്ട്. പ്ലാന്റ് മൂവ്മെന്റ് ഉണ്ട്. പ്രകാശത്തിനെതിരെ ചെടികൾ ചാഞ്ഞു വളയുന്നത്, സൂര്യകാന്തി സൂര്യനെ നോക്കി തെക്കോട് മടക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് പോകുന്നതൊക്കെ തന്നെ പ്ലാന്റ് മൂവ്മെന്റ് ആണ്. വള്ളിച്ചെടിയൊക്കെ സപ്പോർട്ട് പിടിച്ചു വളർത്തുന്നതൊക്കെ തന്നെ പ്ലാന്റ് മൂവ്മെന്റ് ആണ് അല്ലെ. ഗ്രോത്തും പൂവിടുന്നതെല്ലാം തന്നെ ഒരു തരത്തിൽ പ്ലാന്റ് മൂവ്മെന്റ് ആണ്. ഇതിനൊക്കെ എനർജി വേണം. ദെൻ റീപ്രൊഡക്ഷൻ, അതിന് എനർജി വേണം. കാണാം ഗ്യാമേറ്റ് ഉണ്ടാവുക, ഗ്യാമേറ്റ് ചരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ നീഡ് ഓഫ് എനർജി. ദെൻ എവിടുന്ന എനർജി കിട്ടുക പ്ലാന്റിന്? ആനിമൽസ് ആണെങ്കിൽ പോലും എനർജി is obtained by the oxidation of macromolecules. മാക്രോമോളിക്യൂൾസിന്റെ ഓക്സിഡേഷൻ വഴിയാണ് എനർജി കിട്ടുക. മാക്രോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇതെല്ലാം നമുക്ക് എനർജി എടുക്കാൻ കഴിയും. ഇപ്പൊ ഗ്ലൂക്കോസ്, ഫാറ്റ്, പ്രോട്ടീൻ പോലെയുള്ള വലിയ മോളിക്യൂൾസ്. ഗ്ലൂക്കോസിന്റെ വലിയ C6H12O6 അല്ലെ, വലിയൊരു മോളിക്യൂളാണ് C6H12O6, ഒരു മാക്രോമോളിക്യൂൾ. ഇങ്ങനെയുള്ള മാക്രോമോളിക്യൂൾസിനെ ഓക്സിഡൈസ് ചെയ്യും, വിഘടിപ്പിക്കും ബൈ യൂസിങ് ഓക്സിജൻ. അടുത്തത് എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് എവിടെ ഇരിക്കുന്ന എനർജി? ഇതിനകത്ത് എനർജി ഉണ്ട്. എവിടെ ഇരിക്കുന്നതല്ല, ഈ ബോണ്ടിനകത്തായിരിക്കും. ഈ ബോണ്ടാണ് ശരിക്കും എനർജി. ഈ ബോണ്ടാണ് ശരിക്കും C ബോണ്ട്. ഈ ബോണ്ട് മുറിയുമ്പോൾ ഇത് പുറത്തിയാണ് എനർജി, പുറത്തിയാണ്. അപ്പൊ എനർജി ഇസ് എ ബോണ്ട് ഇൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് എനർജി ഫ്രം ദ ഫുഡ് ബൈ ഓക്സിഡേഷൻ ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അറിയാം, ഈ എനർജി പുറത്തിയാടി കഴിഞ്ഞാൽ ഇതിനെ ATP സ്റ്റോർ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം എനർജി, വാട്ട് ഈസ് എനർജി? ഇസ് എബിലിറ്റി ഫോർ ഡൂയിങ് വർക്ക് അല്ലെ. അപ്പൊ നിങ്ങൾ വിശന്നിരിക്കുകയാണെങ്കിൽ എനർജി ഇല്ല. ഇവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, സോ നിങ്ങളുടെ ബോഡിക്ക് എനർജി വരും. എനർജി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലി ഡൂയിങ് വർക്ക്. ഒരു ഈ കീ കൊടുത്ത് കിടക്കുന്ന ഒരു പാവ, അതൊക്കെ കീ കൊടുത്തു കഴിഞ്ഞാൽ പാവ ആ കീക്കകത്ത് നമ്മൾ ചുറ്റി അത്രയും എനർജി അത് നഷ്ടപ്പെടുന്നവരെ അതെന്ത് ചെയ്തൊരിക്കും, ചാടിക്കൊണ്ടിരിക്കും. എനർജി തീരെ പോകുന്ന നിൽക്കും അല്ലേ. അങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത്, കുറെ എനർജി കിട്ടും. അവിടെ തന്നെ യു ഹാവ് എബിലിറ്റി ഫോർ ഡൂയിങ് വർക്ക്. നിങ്ങൾ തുള്ളിച്ചുള്ളി ചാടി കിടക്കുന്നു, കുറെ എനർജി പോകുന്നു നടക്കും. അങ്ങനെയാണോ? അങ്ങനെയല്ല. എനർജി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററി ഉണ്ടെങ്കിൽ എന്ന പോലെ ഇത് നമ്മൾ ചെയ്തൊരു ബാറ്ററി സ്റ്റോർ ചെയ്ത് വെക്കും. ആ ബാറ്ററി പേരാണ് ATP. ATPയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ATP വിശേഷമാണ് എനർജി കറൻസി ഓഫ് ദ സെൽ. So ATP is called energy currency of the cell. What is the powerhouse of the cell? Mitochondria. നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഓർക്കുക. അപ്പൊ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ATP ഫൗണ്ട് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺഡ്രിയ. ഇതെല്ലാം കൂടെ ഇൻഡയറക്റ്റ് കാര്യങ്ങളാണ്. അപ്പം എനർജി എവിടെ കിട്ടുന്നത് ഞാൻ പറഞ്ഞു, ബൈ ദ ബ്രേക്കിംഗ് ഓഫ് CC ബോണ്ട്. CC ബോണ്ടിനെ കുറിച്ചാണ് എനർജി ഉണ്ടാവുന്നത്. ATP is called energy currency of the cell. And how plant get oxygen for respiration? Respiration വേണ്ടിയിട്ട് പ്ലാന്റ് എവിടെയാണ് ഓക്സിജൻ കിട്ടുന്നത്? ഫ്രോം അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ തന്നെയാണ് പ്ലാന്റിൽ ഓക്സിജൻ കിട്ടുന്നത് അല്ലേ. എങ്ങനെയാണ് അകത്തേക്ക് പ്രവേശിക്കുക? നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നത് അന്തരീക്ഷത്തിലാണ്. എങ്ങനെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്? ലങ്സിൽ എത്തുന്നത്, ഓരോ സെല്ലിലും എത്തുന്നത് ത്രൂ യുവർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെ. റെസ്പിറേറ്ററി ഓർഗൻ വഴി ലങ്സിൽ എത്തുന്നു, അവിടെ ബ്ലഡിൽ കലങ്ങുന്നു, ബ്ലഡ് വഴി എല്ലാ സെല്ലിലും എത്തുന്നു. സെല്ലകത്തുള്ള ഗ്ലൂക്കോസിനെ പിടിപ്പിച്ച് എനർജി എടുത്ത് ATP ആക്കി സെല്ല് തന്നെ സൂക്ഷിച്ചു ചെയ്തു. ഇതിലും ചെയ്തു. എന്നിട്ട് ആവശ്യമുള്ള ഉപയോഗിക്കും. പ്ലാന്റ് എങ്ങനെ ഓക്സിജൻ കിട്ടുക? ഫ്രം അറ്റ്മോസ്ഫിയർ. പക്ഷെ പ്ലാന്റ് മൂക്കില്ലല്ലോ. എങ്ങനെ പ്രവേശിക്കും ശരിക്കുള്ളിലേക്ക്? ത്രൂ സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റയുടെ അകത്തേക്ക് പ്രവേശിക്കും. അപ്പൊ സ്റ്റൊമേറ്റ് ഇല്ലാത്ത ചില സ്റ്റെം ഉണ്ടല്ലോ. ഏതാണ്? സെക്കൻഡറി തിക്കിങ് കഴിഞ്ഞ സ്റ്റെം. അവിടെ എന്താണ്? ബൈ ഡിഫ്യൂഷൻ ത്രൂ ലെൻറ്റിസെൽ.
ലെഞ്ച് സെല്ലിലൂടെ പ്രവേശിക്കും, ബാർക്കിലൂടെ പ്രവേശിക്കും ബൈ ഡിഫ്യൂഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓക്സിജൻ പ്ലാന്റിന് കിട്ടുക. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് ഓക്സിജൻ രണ്ട് തരത്തിൽ കിട്ടും. ഒന്ന് വെളിയിൽ അന്തരീക്ഷത്തിൽ എടുക്കാം, മറ്റൊന്ന് ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ പുറത്തു വരുമല്ലോ, അതിന് തന്നെ റെസ്പിറേഷൻ എടുക്കാം. അങ്ങനെ ഒരു വഴികളുണ്ടല്ലോ പ്ലാന്റ്. ചെറിയ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചു ഓക്സിജൻ പുറത്തേക്ക് വിടുമല്ലോ, ആ ഓക്സിജൻ തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് റെസ്പിറേഷൻ തിരിച്ചെടുക്കാം. അപ്പൊ സെല്ലിനകത്ത് പകൽ സമയത്ത് ഉണ്ടാകുന്ന ഓക്സിജൻ അത് തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം, റെസ്പിറേഷന് വേണ്ടിയിട്ട് എടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതായത് ഒരു പ്ലാന്റിനെ എടുത്ത് നമ്മൾ വെളിച്ചത്ത് ഒന്നിച്ച് ഒരു ബെൽജാർ കൊണ്ട് അടച്ചു വെച്ചിരുന്നാലും ആ പ്ലാന്റിന് കുഴപ്പമൊന്നും വരത്തില്ല. കാര്യം അത് ഫോട്ടോസിന്തസിസ് വഴി പുറത്തുനിന്ന് ഓക്സിജനെ റെസ്പിറേഷൻ വേണ്ടി എടുക്കും. അപ്പൊ അതിന് സർക്കിളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോണ്ടി. പക്ഷെ നിങ്ങൾ ബെൽജാറിനത് എരിയിട്ട് കഴിഞ്ഞാൽ അത് ചത്തു. കാര്യം എന്താ? അതിനകത്തുള്ള ഓക്സിജൻ തീർത്തു. വ്യത്യാസം മനസ്സിലായല്ലോ. In plant oxygen is for respiration get by photosynthesis or from the air which enter through the stomata, lentis or secondary in secondary stem through bark etc. ഇതൊക്കെയാണ് സംഭവം. ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ഗ്ലൂക്കോസ് റെസ്പിറേഷന്റെ ഒരു കംപ്ലീറ്റ് റിയാക്ഷൻ നമുക്ക് എഴുതി വെക്കാം. ഫോട്ടോസിന്തസിസ് എഴുതിയ പോലെ C6H12 O6 plus O2 6O2 gives 6CO2 plus H2O. H2O അതും കിട്ടും 6 plus energy. ഇതാണ് റെസ്പിറേഷൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്. So what is a respiratory substrate? Glucose. What is a respiratory product? Energy. What is a byproduct? Carbon dioxide and water. ഇതാണ് റെസ്പിറേഷൻ വഴി കിട്ടുന്നത്. ഒരു കാര്യം മനസ്സിലായല്ലോ, നിങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ വാട്ടർ ഉണ്ടോ? ശരിയല്ല, നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല. ഇവിടെ വെള്ളമില്ല, പക്ഷെ അത് വെള്ളം ഉണ്ടായിരുന്നു. ഇതിനുള്ള മെറ്റബോളിക് വാട്ടർ എന്നാണ് വിളിക്കുന്നത്. മെറ്റബോളിസം വഴി ഉണ്ടായ വാട്ടർ കാണ്ട് മെറ്റബോളിക് വാട്ടർ. ഒരു കാര്യം പറയട്ടെ, ഈ ഫോട്ടോസിന്തസിസ് റെസ്പിറേഷൻ നമ്മൾ മെറ്റബോളിസം അതിന്റെ രണ്ട് പങ്കിൽ വരുത്താം. ഒന്ന് കാറ്റബോളിസം, ഒന്ന് അനാബോളിസമാണ്. പറയാം എന്താണ് റെസ്പിറേഷൻ? സിമ്പിൾ മോളിക്യൂളിനെ ചേർത്ത് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാക്കുന്ന നമ്മൾ അനാബോളിസം എന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാകും, അനാബോളിസം. പക്ഷേ റെസ്പിറേഷൻ കോംപ്ലക്സ് മോളിക്യൂളിനെ വിഘടിപ്പിച്ച് സിമ്പിൾ ആക്കുന്നു. സോ ഇറ്റ് ഈസ് എ കാറ്റബോളിസം. റെസ്പിറേഷൻ ഈസ് എ കാറ്റബോളിക് റിയാക്ഷൻ. പഠിച്ചോണം, ചോദിക്കും. കാറ്റബോളിസം അതായത് കോംപ്ലക്സ് സിമ്പിൾ. ചുടുകട്ട പൊടിച്ച് മണലാക്കുന്ന പോലെ. അതായത് മണൽ പൊടിച്ച് ചുടുകട്ടയാക്കുന്നത് അനാബോളിസവും, ചുടുകട്ട പൊട്ടിച്ച് വീണ്ടും ചെറിയ പീസാക്കുന്നത് കാറ്റബോളിസം ആണെന്ന് പറയുന്ന പോലെയാണ്. സിമ്പിൾ മോളിക്യൂൾ ചേർത്ത് കോംപ്ലക്സ് ഉണ്ടാകുന്നത് അനാബോളിസവും, കോംപ്ലക്സ് മോളിക്യൂളിനെ സിമ്പിൾ ആക്കുന്നത് കാറ്റബോളിസമാണ്. സോ വി ക്യാൻ സേ റെസ്പിറേഷൻ ഈസ് എ കാറ്റബോളിക് റിയാക്ഷൻ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ ഓക്സിജൻ സംഭവിക്കും പുറത്തേക്ക് ഓക്സിജൻ ഇസ് യൂസ്ഡ് ഫോർ ബ്രേക്ക് ഡൗണിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസിംഗ് വാട്ടർ എന്ന് പറഞ്ഞു. ഇനി റെസ്പിറേഷൻ രണ്ട് തരത്തിലുണ്ട്. റെസ്പിറേഷൻ രണ്ടാം തരത്തിൽ. റെസ്പിറേഷൻ ഒന്ന് എയറോബിക്, അനഎയറോബിക്. എയറോബിക് എന്ന് വെച്ചാൽ ഓക്സിജൻ ഉണ്ടെങ്കിലോ, അല്ലാതെ ഒരു കളിയില്ല. അനറോബിക് ഓക്സിജൻ ഇല്ലാതെ റെസ്പിറേഷൻ നടത്താനും കഴിയില്ല. മനസ്സിലായല്ലോ? അനറോബിക് റെസ്പിറേഷൻ മീൻസ് there is no need of oxygen. ഇനി അനറോബിക് നമുക്ക് രണ്ടാം തരത്തിരിക്കാം. ഒബ്ലിഗേറ്റ് അനറോബിസം, ഫാക്കൾട്ടേറ്റീവ് അനറോബിസം. ഒബ്ലിഗേറ്റ്, ഫാക്കൾട്ടേറ്റീവ്. അതായത് ചില ജീവജാലങ്ങൾക്ക് അനറോബിക് ആയിട്ട് ജീവിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെത്രോജൻ ബാക്ടീരിയ, അർക്കിയ ബാക്ടീരിയ, ഇവയൊക്കെ ഓക്സിജന്റെ സാധനം നശിച്ചു അനറോബിക് ആയിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ചിലത് അങ്ങനെയല്ല, എറോബിക് ആയിട്ട് ജീവിക്കും, അനറോബിക് ആയിട്ട് ജീവിക്കും. മനസ്സിലായില്ല? അപ്പൊ അനറോബിക് ആയിട്ടും എറോബിക് ആയിട്ടും ജീവിക്കുക. അനറോബിക്സ് അത്ര നിർബന്ധം അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്നാണ് ഫാക്കൾട്ടേറ്റീവ്. അപ്പൊ ഈസ്റ്റ് മൈറ്റോകോൺട്രിയ ഉണ്ടല്ലേ? നിങ്ങളുടെ പാത്രത്തിനകത്ത് പഞ്ചസാര ലായനി എടുത്തിട്ട് ഇവിടെ ഈസ്റ്റ് ഇടുന്നു, ഇവിടെ ഈസ്റ്റ് ഇടുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏതെന്ന ഈസ്റ്റും ബി എന്ന ഈസ്റ്റും രണ്ട് തരത്തിലാണ് ജീവിക്കുന്നത്. ഒന്ന് പഞ്ചസാര ലായനിക്ക് അകത്താണ്, ഓക്സിജൻ കിട്ടത്തില്ല. ഇത് പഞ്ചസാര പുറത്താണ്, ഓക്സിജൻ കിട്ടും. ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ഈസ്റ്റ് എയറോബിക് ആയിരിക്കും, ഇത് അൺഎയറോബിക് ആയിരിക്കും. ഇത് എയറോബിക് ആയിരിക്കും, കാരണം അതിന് ഓക്സിജൻ കിട്ടും. ഇത് ഓക്സിജൻ ഇല്ല, അവർ അനറോബിക് ആയിരിക്കും. അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ആശാമാർക്ക് അവരെ വിളിക്കുന്നത് എന്താണ്? ഫാക്കൾട്ടേറ്റീവ്. എന്നാൽ ചിലർ അനറോബിക് ആയിട്ടുണ്ട്. അപ്പൊ ഓക്സിജന്റെ സാധ്യത ചത്തു.
മെത്തറോജൻ ബാക്ടീരിയ, തെർമോസിഡോഫിൽ ബാക്ടീരിയ, ഇവയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഓക്സിജന്റെ സ്ഥാനത്ത് ജീവിക്കാൻ കഴിവില്ലാത്തവരാണ്. ഒബ്ലിഗേറ്റ് അഥവാ സ്ട്രിക്റ്റ് അനറോബ്. മനസ്സിലായല്ലോ? ഒബ്ലിഗേറ്റ് അഥവാ സ്ട്രിക്റ്റ് അനറോബ്. പരീക്ഷ ചോദിച്ചേക്കാം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ചാണകം ഇട്ടിട്ടല്ലേ മീഥേനെ ഉണ്ടാക്കുന്നത്? അതിനകത്തോട്ട് ഒരിക്കലും വായു കിടക്കത്തില്ല, പക്ഷേ വായു പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും അല്ലേ? വായു ഒട്ടും അകത്തോട്ട് കടക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ബാക്ടീരിയ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ആർ സ്ട്രിക്റ്റ് അനറോബ്. ശരിയല്ലേ? ഇനി റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് വീടിക്കലാണെന്ന് പറഞ്ഞാൽ അതിന് ഒരു ജനറൽ ആയിട്ട് ഒരു ചാർട്ട് നമ്മൾ ആദ്യം പഠിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഗ്ലൂക്കോസ് ആണ് എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ 38 ATP ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് എനർജി കിട്ടും, അത് ATP സംഭവിക്കും എന്ന് പറഞ്ഞു. അതായത് C6H12O6 എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ വിഘടിപ്പിച്ചാൽ നമുക്ക് 38 ATP കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം എയറോബിക് റെസ്പിറേഷൻ പഠിക്കാം. എന്താ സംഭവിക്കുന്നത്? ഒരു ഗ്ലൂക്കോസ് ആദ്യം 2 molecules of pyruvic acid ആയി മാറും. One glucose will get 2 molecules of pyruvic acid. ഒരു ഗ്ലൂക്കോസ് 6 കാർബൺ കോമ്പൗണ്ട് ആണ്, പൈറുവിക് ആസിഡ് 3 കാർബൺ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് 2 × Pa. മനസ്സിലായോ? ഇതിനെ വിളിക്കുന്നത് ഗ്ലൈക്കോളിസിസ്. എവിടെ നടക്കുന്നത്? ഈ സൈറ്റോപ്ലാസമാണ്. സൈറ്റോപ്ലാസം, അതിനെ സൈറ്റോസോൾ എന്ന് വിളിക്കും. What is glycolysis? Is a conversion of glucose into 2 molecules of pyruvic acid. Conversion of 1 glucose molecule into 2 pyruvic acid in cytoplasm is called glycolysis. ഇവിടെ നമുക്ക് 8 ATP കിട്ടും. ഈ വിക്കറ്റ് 8 ATP മൊത്തത്തിൽ കിട്ടാൻ 38 കിട്ടണം. 8 ATP. അടുത്ത ഘട്ടത്തിൽ ഇനി ഇതെന്ത് ഈ പൈറുവിക് നേരെ മൈറ്റോകോൺട്രിയയിലേക്ക് പ്രവേശിക്കും. അവിടെ വെച്ച് അത് ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടും. കോഎൻസൈം എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്, അതിനെ അകത്തോട്ട് എടുക്കും. എന്നിട്ട് 2 molecules of acetyl coenzyme ആയി മാറും. 2 molecules of acetyl coenzyme. Acetyl coenzyme 2 കാർബൺ കോമ്പൗണ്ട് ആണ്. കാരണം കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയാലും ഇവിടെ 2 കാർബൺ ഡയോക്സൈഡ് കൊടുത്ത് 2 കോഎൻസൈം അകത്തോട്ട് വരും. അപ്പം 2 × 1 = 6, 2 × 2 = 4, പിന്നെ 2 6. ശരിയല്ലേ? ഇവിടെ നമുക്ക് 6 ATP കിട്ടും. 6 ATP. ഈ 6 ATP എന്ന് പറഞ്ഞാൽ 6 ATP ആയിട്ടല്ല കിട്ടുന്നത്. പിന്നെയോ 2 NADH2 ആയിട്ടാണ് കിട്ടുന്നത്. ഇവിടെ 8 ATP എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 2 ATP 2 NADH2 ആണ്. മനസ്സിലാക്കണം, ഒരു NADH2 എന്ന് പറയുന്നത് 3 ATP. ഒരു NADH2 എന്ന് പറഞ്ഞാൽ ഭാവിയിൽ 3 ATP ആണ്. അപ്പൊ നമുക്ക് ശരിയായാലും 2 ATP, പിന്നെ 2 × 3 = 6. അപ്പൊ 8. ഇവിടെ 2 × 3 = 6. അതാണ് 6 ATP. ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് ATP കിട്ടുന്നത് എല്ലാ ATP ആയിട്ടല്ല കിട്ടുന്നത്. ചിലപ്പോൾ അത് NADPH2 ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു NADP അതുകൂടെ പറയാം, NADH2 ആണ്. റെസ്പിറേഷനകത്ത് കിട്ടുന്നത് NADH2 ആണ്. എന്നാൽ ഫോട്ടോസിന്തസിസ് കിട്ടുന്നത് NADPH2 ആണ്. ആ വ്യത്യാസം പഠിച്ചോ. ഫോട്ടോസിന്തസിസിനകത്ത് NADPH2 ആണ്. NADPH2 പിന്നെ ATP ആകത്തില്ല. NADPH2 ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫേറ്റ് എന്നാണ് അർത്ഥം. നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫേറ്റ്, അത് NADP. അതിന്റെ H2 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് റെഡ്യൂസ്ഡ് ഫോം ഓഫ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫേറ്റ്. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? NADA ഉള്ളൂ. അപ്പൊ NADH2 ആയി മാറും. അതായത് റെഡ്യൂസ്ഡ് ഫോം ഓഫ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോറ്റൈഡ്. അത്ര ഫോസ്ഫേറ്റ് വരത്തില്ല. റെഡ്യൂസ്ഡ് ഫോം ഓഫ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോറ്റൈഡ്.
അങ്ങനെയുള്ള ഒരു NADH2 ൽ നിന്ന് നമുക്ക് ഭാവിയിൽ 3 ATP ഉണ്ടാക്കാം. അതെങ്ങനെ നമ്മൾ പിന്നെ പഠിക്കും. അപ്പൊ ഇപ്പോൾ ഒരു NADH2 ഉണ്ടെങ്കിൽ എത്ര ATP ആണ്? 3 ആണ്. അങ്ങനെ എത്ര കിട്ടി? 2 NADH2 6 ഇത് 2 എടുക്കുന്നതിന് ഇവിടെ 2 NADH2 ഉണ്ടാകുന്നത്, പക്ഷെ അത് നമുക്ക് 6 ATP ആക്കി മാറ്റാം. ഇനി ഇപ്പൊ ഈ കോമ്പൗണ്ട് 2 എണ്ണം ഉണ്ടല്ലോ, ഒരു അസറ്റൈൽ കോയിൻസ് ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചു, അടുത്ത അസറ്റൈൽ കോയിൻസ് അടുത്ത വെബ്സൈറ്റിൽ പ്രവേശിച്ചു. സൈറ്റ് ഇവിടെ നമുക്ക് 12 ATP. ഇവിടെ ഒരു ക്ലബ് സൈക്കിൾ KREB'(S) ക്ലബ് സൈക്കിൾ അവിടെ കിട്ടും 12 ATP. ഇത്രയും നടക്കുന്നത് ഈ മൈറ്റോകോൺട്രിയയാണ്. ഇങ്ങനെ ചാർട്ട് പുസ്തകത്തിലില്ല, നിങ്ങൾ പഠിക്കണം. ഓക്കെ, വരച്ചു വെച്ചോ. ഇവിടെ 12 അല്ലെങ്കിൽ 12 നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 2 അസറ്റൈൽ കോയിൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമാണ് ഒരു സൈക്കിൾ പ്രവേശിക്കുന്നത്. ഇവിടെ അടുത്തത് ഒരു സൈക്കിൾ പ്രവേശിക്കും, 2 ഉണ്ടല്ലോ. അപ്പൊ 12 2 24. അപ്പൊ എത്ര? 24 38 38. ശരി, ഇങ്ങനെയാണ് ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 38 ATP നമുക്ക് കിട്ടുന്നത്. This is a cycle. This is abstract of aerobic respiration. This is a abstract of aerobic respiration. ഇതെന്തെല്ലാം ചെറുത് വർഷിക്കും. What is glycolysis? Conversion of glucose into glucose to the pyruvic acid. Then we talk about inside the cytoplasm of the cycle. So how many ATP can be produced? 8 ATP. In which form? 2 ATP and 2 NADH. What is NADH2? Trichotamine adenine nucleotide phosphate. How many ATP can be produced from 1 NADH2? 3. So what will happen to the pyruvic acid? It enters into the mitochondria, where it is converted into 2 molecules of acetyl coenzyme A. There we produce 6 ATP. Each acetyl coenzyme enters into Krebs cycle produces 12 ATP. Since there is 2 Krebs cycle occurs, we can produce 24 ATP. Total we get 38 ATP. This is the total reaction that is occurring in the aerobic respiration. മാറിയിരിക്കുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയാണ് അത് വരച്ചെടുത്തത്. വേറെ കിട്ടത്തില്ല. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നും പഠിക്കും. അപ്പൊ ഞങ്ങളൊന്ന് പഠിക്കുന്ന ആദ്യം ഇതാണ് ഗ്ലൈക്കോളിസിസ്. Study firstly glycolysis. Define what is glycolysis. It is a conversion of glucose into pyruvic acid inside the cytoplasm. Okay. ഇത് കണ്ടുപിടിച്ചത് 3 സയന്റിസ്റ്റുകളാണ്. എംഡൻ, മെയ്റോഫ് ആൻഡ് പർനാസ്. ഇങ്ങനെ 3 സയന്റിസ്റ്റുകളാണ്. എംഡൻ, മെയ്റോഫ് ആൻഡ് പർനാസ്. ഇവരുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് എടുത്തിട്ട് EMB പാത്വേ എന്ന് പറയാം. EMB പാത്വേ. എംഡൻ, മെയ്റോഫ് ആൻഡ് പർനാസ് കണ്ട് EMB പാത്വേ എന്നൊരു പേര് വിളിക്കാറുണ്ട്. ഇനി ഈ ഗ്ലൈക്കോളിസ് എന്ന് പറയുന്നത് എയറോബിക് റെസ്പിറേഷനും അനറോബിക് റെസ്പിറേഷനും ആദ്യം നടക്കുന്ന കാര്യമാണ്. ഏത് റെസ്പിറേഷൻ നടന്നാൽ ആദ്യം നടക്കണം? ഗ്ലൈക്കോളിസ് നടക്കണം. അതുകൊണ്ട് തന്നെ കോമൺ റെസ്പിറേറ്ററി പാത്വേ എന്ന് വിളിക്കാറുണ്ട്. is also called as CMP pathway. അടുത്ത പേര് is called common respiratory pathway. ഈ സൈറ്റോപ്ലാസ്മിൽ നടക്കുന്നത്, so it is also called as cytoplasmic respiration. പല പേരുകൾ വിളിക്കും, പക്ഷെ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. EMP pathway and common respiratory pathway. Common respiratory pathway വിളിച്ചതാണ് is common for both aerobic and anaerobic respiration. ചോദിക്കും
is common for both aerobic and anaerobic respiration is called common respiratory pathway. എവിടെ നടക്കുന്നത്? സൈറ്റോപ്ലാസം. ഇനി നമുക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം പഠിക്കും. ഇത് ഒരു 8 സ്റ്റെപ്പുള്ള റിയാക്ഷൻ ആണ്. നിങ്ങൾ പലവണ വായിച്ച് ബൈഹാർട്ടാക്കി പഠിക്കണം. അത് എങ്ങനെ ചോദ്യം വരുന്നത് പറയാം. നോക്കിക്കോളൂ. ആദ്യം ഗ്ലൂക്കോസ് 6 കാർബൺ ബോണ്ടാണ് ബിക്കം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഇതൊരു ബോണ്ടായി മാറും. ഇവിടെ എൻസൈം പ്രവർത്തനം പേര് ഹെക്സോകൈനേസ് എന്നാണ്. ഹെക്സോകൈനേസ്. This is the first step. 8 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഗ്ലൂക്കോസ് ബിക്കം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. എന്താ അർത്ഥം? ഗ്ലൂക്കോസിന്റെ 6ാമത്തെ കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഒട്ടി എന്നാണ് അർത്ഥം. അർത്ഥം IUPAC അതാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ 6ാമത്തെ കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഒട്ടിക്കണമെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് ആരെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. ആരാ കൊടുക്കുന്നത്? ATP വന്നിട്ട് പറയാം. നീ എന്റെ ഫോസ്ഫേറ്റ് എടുത്തോ, ഞാൻ ADP ആയിക്കോട്ടെ. അപ്പൊ ATP വന്നിട്ട് തന്റെ P അതിന് കൊടുക്കും. അപ്പൊ ആരായി മാറി? ADP ആയി മാറി. ആ P ആരെടുത്തു? ഗ്ലൂക്കോസിന് എടുത്തു അല്ലേ? അതാണ് ഗ്ലൂക്കോസ് ബിക്കം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. മനസ്സിലായില്ല? അപ്പോഴത്തേക്ക് അടുത്ത ഘട്ടത്തിൽ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ജസ്റ്റ് ഒരു മാറ്റത്തിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഇതൊരു ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ്. പ്രത്യേകിച്ച് ഒന്നും കുടിക്കാൻ വേണ്ടി അടിക്കൊന്നും വേണ്ട. ജസ്റ്റ് അത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മനസ്സിലാകും? ഒരുപാട് ഇല്ല. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു ATP എന്ന് പറയും, ഞാൻ എന്റെ ഒരു P നേരിട്ട് വരാം, നീ എടുത്തോളാൻ പറയും. അപ്പൊ അത് ADP ആയി മാറും. അപ്പൊ ആ P ഉപയോഗിച്ച് ഈ ഫ്രക്ടോസ് ഇപ്പൊ കിട്ടിയ P കൊണ്ട് ഒന്നാമത്തെ കാർബൺ ഒട്ടിച്ചു വെക്കും. ഇപ്പൊ കിട്ടിയ ഫോസ്ഫേറ്റിനെ ഒന്നാമത്തെ കാർബൺ ഒട്ടിച്ചു വെക്കും. പേരെന്തായി? ഫ്രക്ടോസ് 1 6 അല്ലെ? ഇനി എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? 2 ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ബൈ ഫോസ്ഫേറ്റ് അല്ലെ? അപ്പൊ ബൈ വളരെ ഇവിടെ ഉപയോഗമാകും ബിസ് എന്നാണ്. ബിസ് ഫോസ്ഫേറ്റ്. ഇതാണ് മൂന്നാമത്തെ റിയാക്ഷൻ സ്റ്റെപ്പ്. ഒരുപാട് സിമ്പിൾ ആയി മനസ്സിലാക്കാം അല്ലേ? ഇവിടെ എത്ര കാർബണുണ്ട്? ഇവിടെ എത്ര കാർബണുണ്ട്? 6. ഇവിടെ എത്ര കാർബണുണ്ട്? 6. അവിടെ കാർബണൊന്നും ചേർക്കപ്പെടുന്നില്ല. ഫോസ്ഫേറ്റ് മാത്രമേ ചേർക്കപ്പെടുന്നു. 3 സ്റ്റെപ്പ് പഠിക്കാൻ ഒരുപാടില്ലല്ലോ. ഒരുപാടില്ല. മനസ്സിലാകാത്തവർ വീണ്ടും 2 തവണ കേട്ടോ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലവണ അടിച്ച് കേട്ടോ. ഇനി 4ാമത്തെ സ്റ്റെപ്പ് അല്പം പാടും. ഇത് എത്ര കാർബണുണ്ട്? 6 കാർബൺ 2 ഫോസ്ഫേറ്റ്. ശരിയല്ലേ? ഇവിടെ 6 കാർബൺ 1 ഫോസ്ഫേറ്റ്. ശരിയല്ലേ? ഇതെങ്ങനെ മുറിച്ചെടുത്ത് കിട്ടും? ഇതിനെ മുറിക്കാൻ എനിക്ക് 3 കാർബൺ 1 ഫോസ്ഫേറ്റ് വെച്ചുള്ള 2 കിട്ടും അല്ലേ? 3 കാർബൺ 1 ഫോസ്ഫേറ്റോടെ 2 കിട്ടുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ മുറിക്കാൻ പോകുന്നത് അങ്ങനെ മുറിക്കണം. ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട്. ഇതൊരു ട്രയോസ് ഫോസ്ഫേറ്റ് ആണ്. ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാർബൺ 1 ഫോസ്ഫേറ്റ്. ഇവിടെ കിട്ടുന്ന ഒരു ട്രയോസ് ഫോസ്ഫേറ്റ്. 3 കാർബൺ 1 ഫോസ്ഫേറ്റ്. ശരിയാണ്? ശരിയായിരുന്നു. ഇതാണ് എന്താ 4ാമത്തെ റിയാക്ഷൻ. സോ ഇൻ 4th step the fructose 1,6 bisphosphate convert into 2 molecules of triose phosphate അല്ലേ? പക്ഷെ ഇതിന് ഒരു പേരുണ്ട്. ഇനി ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നിങ്ങൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ടേക്ക് പോയാലും ഇതിന്റെ പേരും അതിന്റെ പേരും നിങ്ങൾ പഠിക്കും. ഇതിന്റെ പേര് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്നാണ്. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഇതിന്റെ പേര് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് എന്നാണ്. ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ്. ഈ സ്റ്റെപ്പാണ് പഠിക്കാൻ പാടുള്ളൂ. അതായത് ഈ 4ാമത്തെ സ്റ്റെപ്പാണ് പഠിക്കാൻ പാടുള്ളൂ. ഒന്നുമില്ല സത്യം പറയാം. ഇത് മാത്രം കാണാടിച്ചാൽ
ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ്. ഇത്രയും പഠിച്ചാൽ മതി. അതിന്റെ പേര് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് ആണ് 3-ഫോസ്ഫേറ്റ് എന്ന് പറയും. കാരണം ഗ്ലിസറാൾഡിഹൈഡിന്റെ മൂന്നാമത്തെ കാർബണാണ് ഫോസ്ഫേറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. കെമിസ്ട്രി IUPAC പഠിക്കുന്നതാണ് അല്ലേ. ഇനി അതിന് തിരിച്ചു വരുമല്ലോ അല്ലേ, അങ്ങോട്ട് പോയാലും തിരിച്ചു വരും. അപ്പൊ ഇതെത്ര ആക്ച്വലി 2 ഉണ്ട്. അയാൾ അവിടെ നിൽക്കുവാണെങ്കിൽ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഇയാൾ തന്നെ 2 മണിക്കൂറായില്ലേ ആയി. ഇനി എന്ത് ചെയ്യുന്നറിയാം, ഇതിനകത്തോട്ട് അടുത്ത സ്റ്റെപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2p ആഡ് ചെയ്യും. അത് മുസ്ലിം പറയുന്നില്ല. 2 ഫോസ്ഫേറ്റ് ആഡ് ചെയ്യും. നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പൊ മൊത്തത്തിലുള്ളത് 6 കാർബൺ 2 ഫോസ്ഫേറ്റ് ആണല്ലോ അല്ലേ. അതങ്ങ് തിരിച്ചു പോയിട്ട് തിരിച്ചു വന്നാൽ അവിടെ 6 കാർബൺ 2 ഫോസ്ഫേറ്റ് ഉള്ളൂ. പക്ഷെ ഇനി ഉണ്ടാകുന്ന കോമ്പൗണ്ട് 6 കാർബൺ 4 ഫോസ്ഫേറ്റ്. അടുത്ത കോമ്പൗണ്ട് 6 കാർബൺ 4 ഫോസ്ഫേറ്റ് വരും. എന്ന് വെച്ചാൽ 2 ഫോസ്ഫേറ്റ് കൂടെ അവിടെ ചേർക്കപ്പെടുന്നത് അത് മനസ്സിലാക്കാം. അപ്പോൾ ഉണ്ടാകും നമ്മൾ 2 × 2 molecules ഓഫ് ട്രയോസ് ബിസ്ഫോസ്ഫേറ്റ്. ട്രയോസ് ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നത് എന്താ അർത്ഥം? ഒരെണ്ണത്തിനകത്ത് 3 കാർബൺ 2 ഫോസ്ഫേറ്റ് അല്ലേ. അപ്പൊ 2 × 3 കാർബൺ 2 ഫോസ്ഫേറ്റ് 6 കാർബൺ 4 ഫോസ്ഫേറ്റ് വരത്തില്ലേ ഇവിടെ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ട്രയോസ് ബിസ്ഫോസ്ഫേറ്റ് 3 കാർബൺ 2 ഫോസ്ഫേറ്റ്. അപ്പൊ 2 രണ്ടാകുമ്പോൾ 6 കാർബൺ 4 ഫോസ്ഫേറ്റ് അല്ലേ. അതായത് 2 ഫോസ്ഫേറ്റ് ചേർക്കപ്പെടും. ഇവിടെ 6 കാർബൺ 2 ഫോസ്ഫേറ്റേ ഉള്ളൂ അല്ലേ. അപ്പൊ അവിടെ എത്ര വന്നു? ഇവിടെ എത്ര കാർബൺ? ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 3 കാർബൺ 2 ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഇനി 2 കണക്ക് ശരിയായി മനസ്സിലാവുന്നത് വ്യക്തമായിട്ട്. ഇവിടെ 6 കാർബൺ 2 ഫോസ്ഫേറ്റേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ 6 കാർബൺ 2 ഫോസ്ഫേറ്റ്, ഇവിടെ 3 കാർബൺ 2 ഫോസ്ഫേറ്റ് കൊണ്ട് 2 മോളിക്യൂൾ ഉണ്ട്. എന്ന് വെച്ചാൽ 6 കാർബൺ 4 ഫോസ്ഫേറ്റ് വരെ 2 ഫോസ്ഫേറ്റ് ചേർക്കപ്പെടുന്നു അല്ലെ. അത് പറയുന്നില്ല, പഠിച്ചോണം. ഈ കോമ്പൗണ്ട് പേര് നമ്മൾ പഠിക്കേണ്ട പേര് ഗ്ലിസറാൾഡിഹൈഡ് 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്നാണ്. ഓക്കെ, ഇതിന്റെ പേര് 1,3 എന്ന് വെച്ചാൽ ഒന്നാമത്തെ മൂന്നാമത്തെ കാർബൺ ഫോസ്ഫേറ്റ് ഇട്ടിരിക്കുന്നു. ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അതിൽ തന്നെ ഉണ്ടല്ലോ ഒന്നാമത്തെ മൂന്നാമത്തെ കാർബണിൽ 2 ഫോസ്ഫേറ്റ് ഒട്ടിയിരിക്കുന്ന ട്രയോസ് ഫോസ്ഫേറ്റ് ആണ്. 3 കാർബണുകൾ. അപ്പൊ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ശരിയല്ലേ? ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ്. ദിസ് ഈസ് 5th സ്റ്റെപ്പ്. ഇവിടെ 2 NADH ചുറ്റുമായി മാറും. 2 NAD ചുറ്റും. സോ ഇത് രണ്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കണക്ക് എങ്ങനെ പറഞ്ഞത് 8 ATP കിട്ടുന്ന കണക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങളിത് ഈ എണ്ണം തെറ്റാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ കോമ്പൗണ്ട് വേറെ പഠിച്ചോണം. ഓക്കെ, 5 സ്റ്റെപ്പും പലതവണ ഞാൻ പറഞ്ഞത് റിവൈൻ ചെയ്ത് കേട്ട് ബൈഹാർട്ടാക്കി. ഞാൻ വീണ്ടും പറയുന്നില്ല. ഇതെല്ലാം ബൈഹാർട്ടാക്കി പഠിച്ചോണം. ഇപ്പൊ ഈ സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടന്റ്. പരീക്ഷിക്കുന്നത് ഇതൊക്കെ മായിച്ചിട്ട് ചെയ്യാൻ പറയും. ഇതൊക്കെ മായിച്ചിട്ട് വരെ എഴുതാൻ പറയും. അല്ലെങ്കിൽ ഇതൊക്കെ മായിച്ചിട്ട് കോമ്പൗണ്ട് പേര് കൊടുത്തിട്ട് വരെ എടുത്ത് ശരിയായിട്ട് അറിയാൻ കൊണ്ടുവയ്ക്കാൻ പറയും. തീർന്നില്ല, ഇനിയുണ്ട്. ഇതൊക്കെ മായിച്ചിട്ട് കോമ്പൗണ്ട് പേര് തന്നിട്ട് പറയും കറക്റ്റായിട്ട് കൊണ്ടിടാൻ പറയും. ഇപ്പൊ നോക്കൂ, ഇതൊക്കെ മായിക്കാം. ഇത് മായ്ക്കുക, എന്നിട്ട് ഇത് മായ്ക്കുക. എന്നിട്ട് ഇവിടെ അല്ല A B C D
The given step is the steps of glycolysis. A, B, C, D are the compounds produced there. Name A, B, C, D. തീർന്നു. കാണാൻ വെച്ചിട്ട് പോകണം. മനസ്സിലായില്ലേ? Fructose 1,6, bisphosphate, disaldehyde 3-phosphate, dihydroxyacetone phosphate, 1,3-bisphosphoglyceric acid. ഇതൊക്കെ പഠിച്ചത്. ഇവിടെ ഇരിക്കണം. അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇനി ആറാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഞാൻ അതുപോലെ വരയ്ക്കാം. ആറാം സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 1,3-bisphosphoglyceric acid ആണ്. അടുത്തത് ഏഴാമത്തെ സ്റ്റെപ്പ്. ഇവിടെ തുടങ്ങണം. bisphosphoglyceric acid PG ആണ് കേട്ടോ. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് PG ആണ്. പഠിക്കാതെ പോലെ തന്നെ പഠിച്ചോളൂ. ഇനി അതിൽ എന്ത് സംഭവിക്കുന്നു? 2 ADP വന്നിട്ട് 2 ATP ആവും. അർത്ഥം എന്താ? ഈ 2 ഫോസ്ഫേറ്റ് ആണ് എടുത്തോണ്ട് ആക്ച്വലി ഈ 2 ഫോം ഉണ്ടാക്കുക. 2 ഇൻറ്റു ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണല്ലോ, 3 കാർബൺ 2 ഫോസ്ഫോ. അത് ഒരു PA എടുത്തു. ഒരു PA എടുത്തു. ആരെടുത്തോണ്ട് ഇനിയിപ്പോ ഇതിനകത്ത് എത്രയേ ഉള്ളൂ? 3 കാർബൺ 1 ഫോസ്ഫേറ്റ് ഉള്ളത്. നമുക്ക് എഴുതാം 2 ഇൻറ്റു ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അഥവാ PGA 2 ഇൻറ്റു ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പൊ നിങ്ങൾ കഴിക്കുന്നത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3 കാർബൺ 1 ഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫേറ്റ് ഞാൻ എടുത്തോണ്ട് 2 ഫോസ്ഫേറ്റ് വരെ എടുത്തു. ബാക്കി 2 ഫോസ്ഫേറ്റേ ഉള്ളൂ. ഇവിടെ മൊത്തത്തിൽ 4 ഫോസ്ഫേറ്റ് 6 കാർബൺ ആണ് അല്ലെ? അഥവാ 3 കാർബൺ 2 ഫോസ്ഫേറ്റ് ഉള്ളത് ഇൻറ്റു 2. അതിൽ ഓരോ ഫോസ്ഫേറ്റ് ഞാൻ എടുത്തു. ചുരുക്കത്തിൽ ഇപ്പൊ എന്തായാലും we got the next step 2 molecules of phosphoglyceric acid അല്ലേ? ഈ phosphoglyceric acid എന്ന് പറഞ്ഞാൽ 3 phosphoglyceric acid എഴുതാം. കാര്യം എന്താ? അതിന്റെ 3ാമത്തെ കാർബണിലാണ് ഫോസ്ഫേറ്റ് ഇട്ടിരിക്കുന്നത്. ശരിയല്ലേ? 3ാമത്തെ കാർബണിലാണ് ഫോസ്ഫേറ്റ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതെന്തായാലും മറന്നു വെച്ചോളൂ. ഈ 3ാമത്തെ കാർബൺ ഇട്ടിരിക്കുന്ന ഫോസ്ഫേറ്റ് നോക്കൂ. C C C ഇവിടെയാണ് ഫോസ്ഫേറ്റ് ഇട്ടിരിക്കുന്നത്. അത് ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റിയാൽ ഇപ്പൊ അവന്റെ പേരെന്താവും? 3 എന്നുള്ളത് 2 എന്നാവും. 2 phosphoglyceric. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ഇൻ 8th step it is converting into 2 into 2 PGA എന്നുവെച്ചാൽ 2 phosphoglyceric acid. 3 PGA നിന്ന് 2 PGA ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഒട്ടിച്ചെന്നുണ്ട്. വേറെ ഒരു കുഴപ്പമൊന്നും. ഇനി എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ജലത്തെ പുറത്തു വരാം. അപ്പൊ എന്ത് become 2-phospho-enol pyruvate. ഇതാണ് 9ാമത്തെ സ്റ്റെപ്പ്. ഇത് become 2-phospho-enol pyruvate. അപ്പൊ 7, 8 വരുന്നത്. അപ്പോൾ 9ാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? 2-phosphoglyceric ആസിഡിൽ നിന്ന് വാട്ടർ പുറത്തു പോകുമ്പോൾ അത് 2-phospho-enol pyruvate ഫോം ഉണ്ടായി മാറും. അതിൽ നിന്നും 2 ADP വന്ന് ആ 2 PA എടുത്തുകൊണ്ട് പോവാണ്. അപ്പൊ അത് 2 ഇൻറ്റു PA. ഇതിനകത്ത് നമുക്കറിയാം 3 കാർബൺ 1 ഫോസ്ഫേറ്റ് ആണ് അല്ലെ? ഇൻറ്റു 2. 2 ഉണ്ടാവുമല്ലോ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2 molecules of pyruvic acid. ആ ഫോസ്ഫേറ്റ് ഞങ്ങൾ ഇയാൾ കിട്ടും. അപ്പൊ ബാക്കി എന്താ? pyruvic acid 3 കാർബൺ. നമ്മുടെ ഈ പുറത്തകത്ത് പറയാം. ഈ 6ാമത്തെ സ്റ്റെപ്പിന്റെ അവസാനിച്ച് നിന്നത് 2 ഇൻറ്റു ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിരുന്നു. അതിന്റെ ബിസ് എടുത്തു. പിന്നെ ഒന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ 2 ഇൻറ്റു 3 PG ആയി. അടുത്തത് 3ാമത്തെ കാർബണിനെ കുറിച്ച് 2ാമത് ഒപ്പിച്ചു. 2 ഇൻറ്റു 2 PG ആയി മാറി. അതിൽ നിന്നും ജലം പുറത്തു പോകുമ്പോൾ 2 ഇൻറ്റു 2-phospho-enol pyruvate ആയി മാറി. അതിന്റെ പൈറുവിക് ആസിഡ് അതിനകത്തുള്ള ഫോസ്ഫേറ്റ് കൂടി എടുത്തു. അത് വെറും പൈറുവിക് ആസിഡ് ആയി മാറി. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് glycolysis. 10 സ്റ്റെപ്സ്. ഗൈക്കോളിസിന്റെ 10 സ്റ്റെപ്പ് ഇതൊക്കെ തന്നെയാണ്.
ആദ്യത്തെ സ്റ്റെപ്പ് നോക്കി, ആദ്യത്തിനകത്ത് ഒരു ATP അങ്ങോട്ട് എടുത്തു അല്ലെ, മൂന്നാമത്തെ സ്റ്റെപ്പിലും ഒരു ATP അങ്ങോട്ട് എടുത്തു, ശരിയല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പിലും ഒരു ATP അങ്ങോട്ട് എടുത്തു. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ 2 NADH കിട്ടി, ശരിയാണോ? 2 NADH ഭാഗത്താണ് 6 ATP. ഇവിടെ 2 ATP കിട്ടി, അപ്പൊ എത്ര? 2. ഇവിടെ 2 ATP കിട്ടി, അപ്പൊ 2, മൊത്തം അതാണ് 10. ശരിയാണ്. ഒരു സ്റ്റെപ്പിൽ 2 NADH കിട്ടിയോ? 6 ആണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 6 4 10 10. ഞാൻ പറയാം 8 എന്നല്ലോ. അതെന്താ? ആദ്യമേ 2 എടുത്തു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു ATP അങ്ങോട്ട് എടുത്തില്ല ഇല്ലേ, പിന്നല്ലേ 10 തന്നത്. അപ്പൊ അങ്ങോട്ട് എടുത്തിട്ട് 10 തരുമ്പോ നിങ്ങൾക്ക് ഒരാൾ 100 രൂപ തന്നിട്ട് 20 രൂപ അങ്ങ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ 20 രൂപ അങ്ങ് വാങ്ങിച്ചാൽ 100 തരുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 80 രൂപ കിട്ടുന്നത് അല്ല. അതുപോലെ ആദ്യമേ 2 എടുത്തിട്ടാണ് 10 തന്നത്. അപ്പൊ എത്രയേ ഉള്ളൂ? 8 ഉള്ളൂ. ദിസ് ഈസ് ഹൗ വി ഗെറ്റ് 8 ATP ബൈ ഗ്ലൈക്കോളിസിസ്. മനസ്സിലായോ? പുസ്തകത്തിലുള്ള സ്റ്റെപ്പ് കംപ്ലീറ്റ് അതുപോലെ വരച്ച് പഠിച്ചോളാം. ഞാനത് ഇൻസൈറ്റ് വലുതായിട്ട് ഇടുന്നുണ്ട്. അതാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇതിന് എങ്ങനെയൊക്കെ ചോദ്യം വരുന്നത് മനസ്സിലായില്ല, ഇതെല്ലാം ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി ഈ പൈറുവിക് ആസിഡിന്റെ ഭാവി എന്താ? ഇപ്പൊ പൈറുവിക് ആസിഡ് എവിടെ കിടക്കാണ്? സൈറ്റോപ്ലാസ്റ്റ് കിടക്കാണ്. സൈറ്റോപ്ലാസ്റ്റ് കിടക്കുന്ന പൈറുവിക് ആസിഡ് സൈറ്റോപ്ലാസ്റ്റ് കിടക്കാണ്. അതെ, സൈറ്റോപ്ലാസ്റ്റ് കിടക്കുന്നത്. ഈ പൈറുവിക് ആസിഡ് എന്ത് സംഭവിക്കും? ലെറ്റ്സ് സ്റ്റഡി അബൌട്ട് ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ്. Fate of pyruvic acid. The glucose 2 molecules of pyruvic acid. ഇത് വേണമെങ്കിൽ നേരെ മൈറ്റോകോൺഡ്രിയയിൽ പ്രവേശിക്കാം. ഇതിനാണ് ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് സൈക്കിൾ ഒരു സൈക്കിൾ, അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. നേരെ വേണമെങ്കിൽ അങ്ങോട്ടും പ്രവേശിക്കാം. അതേതാണ്? ദിസ് കാൾഡ് എയറോബിക് റെസ്പിറേഷൻ. അല്ലെങ്കിൽ അനറോബിക് റെസ്പിറേഷൻ പ്രവേശിക്കാം. അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നൊരു പരിപാടി. നിങ്ങൾ ചെയ്ത് തന്നെയാണെങ്കിൽ മൈറ്റോകോൺഡ്രിയ പ്രവേശിക്കുന്നില്ല. അല്ലെങ്കിൽ അനറോബിക് റെസ്പിറേഷൻ പ്രവേശിച്ചുകൊണ്ട് എവിടെയാണ്? മസിൽ സെൽ. നിങ്ങൾ തന്നെ മസിൽ സെല്ലിനകത്ത് വേണമെങ്കിൽ അനറോബിക് റെസ്പിറേഷൻ പ്രവേശിക്കും. നിങ്ങൾ മസിൽ സെല്ലിൽ അനറോബിക് റെസ്പിറേഷൻ നടക്കാറില്ല, ഞാൻ പറയാം. ഇനി ഈസ്റ്റിലാണെങ്കിൽ ഇത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ് നടത്തുക. ദിസ് ഇസ് എ ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ്. It may enter into Krebs cycle in aerobic respiration, or it may enter into anaerobic respiration as lactic acid fermentation in muscle cell. നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ in alcoholic fermentation in yeast. ഇത് ഈ aerobic respiration in muscle cell വരുമ്പോൾ അതിന്റെ പേര് lactic acid fermentation എന്നാണ്. Muscle cell നടക്കുന്നത് lactic acid fermentation ആണ്. അപ്പോൾ what are the features of pyruvic acid produced in the cytoplasm in human being or in other living organisms or animals or plant? It may enter into Krebs cycle in mitochondria, or in muscle cells of human being or muscle cells. It may enter into lactic acid fermentation by anaerobic respiration, or it may enter into alcoholic fermentation. It's also a type of anaerobic respiration. നമുക്ക് ഇതുകൊണ്ട് മാറ്റി എഴുതാം. ഇങ്ങനെയാണ് aerobic respiration. Then anaerobic respiration. അതിൽ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, അതുപോലെ തന്നെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഇതിനോട് അങ്ങനെ ഈസ്റ്റിലാണ്. ഈസ്റ്റ് ആൻഡ് സർട്ടൻ ബാക്ടീരിയ.
ഇതാണെങ്കിൽ ഇൻ മസിൽ സെൽ, ഇൻ മൈറ്റോകോൺട്രിയ. This is the feature of pyruvic acid produced in glycolysis. Okay. അപ്പോൾ ഇത് നമ്മൾ ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ പഠിച്ച് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം എന്താണ് ഈ പൈറുവിക് ആസിഡ്. ഇനി ഈ സ്റ്റെപ്പ് ആവുമ്പോൾ പഠിക്കുന്നത് പൈറുവിക് ആസിഡ് എന്ത് ചെയ്യാൻ പോവാം. ഓക്കെ, ആദ്യം എയറോബിക് റെസ്പിറേഷൻ, AR. ഗ്ലൂക്കോസ് 2 molecules of pyruvic acid. ഓക്കെ, ഇവിടെ നേരെ എങ്ങോട്ട് പ്രവേശിക്കുന്നു? എന്റർ ഇൻടു മൈറ്റോകോൺട്രിയ. പ്രവേശിക്കുന്നു. ആദ്യം pyruvic acid 2 കാർബൺസിനെ പുറത്തു കളയും. ഇത് 3 കാർബൺ കോമ്പൗണ്ട് ആണല്ലോ, 2 കാർബൺസിനെ പുറത്തു കളയും. അപ്പൊ പിന്നെ രണ്ട് കോയിൻസൈൻ എ അങ്ങോട്ട് എടുക്കും, 2 കോയിൻസൈൻ എ അങ്ങോട്ട് എടുക്കും. 2 NAD വന്നിട്ട് PS സ്വീകരിച്ച് അല്ല H സ്വീകരിച്ച് 2 NADH2 ആയി മാറും. അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് അസറ്റൈൽ കോയിൻസൈൻ എ എന്നൊരു കോമ്പൗണ്ട് ആണ്. അസറ്റൈൽ കോയിൻസൈൻ സോ അവിടെ കോമ്പൗണ്ട് ആയിരിക്കും 2 കാർബൺ കാണത്തുള്ളൂ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇവിടെ കാർബൺ 2 × 3 6, ഇവിടെ 2 × 2 = 4 പ്ലസ് 6. ഇത് നടക്കുന്നവിടെയാണ് മൈറ്റോകോൺട്രിയ അല്ലെ. ഇറ്റ്സ് ഓക്കെ ഇൻസൈഡ് ദ മാട്രിക്സ്. ഇവിടെ ഇൻസൈഡ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ്. By the help of an enzyme called pyruvate dehydrogenase, pyruvic acid is converted into 2 molecules of acetyl CoA and releasing 2 molecules of carbon dioxide, receiving 2 molecules of CoA and producing 2 NADH. This is the first step of Krebs cycle. Krebs cycle ആണ്. ഓക്കെ, ഈ എറോബിക് റെസ്പിറേഷൻ നടക്കുന്നവിടെയാണ് Krebs cycle എന്നാണ് വിളിക്കുന്നത്. സോ ഇത് നടക്കുന്നത് എന്തോ ഇതിന്റെ ഈ കണ്ടുപിടിച്ച ആ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ ഒരു സ്റ്റെപ്പും ഇനിയുള്ളതെല്ലാം കണ്ടുപിടിച്ചത് ഹാൻസ് അഡോൾഫ് ക്രബ് എന്നൊരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നത് Krebs cycle എന്നാണ് വിളിക്കുന്നത്. Krebs cycle ഹാൻസ് അഡോൾഫ് ക്രബ് എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് Krebs cycle. Krebs cycle ഒന്നാം ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത്. ഇത്ര മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഇത് എഴുതി നോക്കാം എങ്ങനെയാണ്. നോക്കൂ, 2 molecules of pyruvic acid plus NAD plus 2 CoA gives 2 NADH2 plus 2 CO2 plus 2 PA. ശരിയല്ലേ? എന്തുകൊണ്ട് പ്ലസ് 2 അസറ്റൈൽ കോഎൻസൈം എ. ശരിയല്ലേ? ഈ റിയാക്ഷൻ ഞാൻ ഇക്വേഷൻ എഴുതിയിരിക്കുക. 2 pyruvic acid, 2 NAD, 2 CoA, 2 NADH2, 2 CO2, 2 pyruvic acid അല്ല 2 അസറ്റൈൽ കോഎൻസൈം പ്ലസ് 2 molecules of acetyl coenzyme. pyruvic acid റിയാക്ടന്റ്. ഇവിടെ എൻസൈം പേര് ഏതാണ്? ഇതാണ് എൻസൈമിന്റെ പേര്, പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഒന്ന് എൻട്രൻസ് പഠിക്കാം. Mg ആണ് ഇതിന്റെ ആക്ടിവേറ്റർ. മെഗ്നീഷ്യം Mg2+ is the activator of this enzyme. സിമ്പിൾ അല്ലേ? അതാ പാലയോടെ പഠിച്ചോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരിക്കും ഇതിന്റെ സൈക്കിൾ റിയാക്ഷൻ, Krebs cycle. Krebs cycle ഭാഗം തന്നെയാണെങ്കിൽ ആ Krebs cycle എങ്ങനെ നടക്കുന്ന പഠിക്കാൻ പോകും. Krebs cycle എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച ആരാന്ന് ഞാൻ പറഞ്ഞു, ഹാൻസ് അഡോൾഫ് ക്രബ് എന്നാണ്. അതുകൊണ്ട് അതിനെ Krebs cycle എന്ന് പറയുന്നത്. ഓക്കെ, 2 molecules of pyruvic acid. pyruvic acid പിന്നെ 2 molecules of acetyl coenzyme A ആയി മാറും അല്ലേ? അതൊക്കെ പഠിച്ചല്ലോ. ഇവിടെ ഉണ്ടായത് 2 കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയി, ഇവിടെ 8 ATP കിട്ടി, ഇവിടെ 6 ATP കിട്ടി. അതെങ്ങനെ മനസ്സിലായാലും 2 NADH2 ഉണ്ട്, 4 ATP ആണ്. ഇതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ മാറ്റി എഴുതാം.
പൈറുവിക് ആസിഡ് വരുമ്പോഴുണ്ട്. പൈറുവിക് ആസിഡ് അത് അസറ്റൈൽ കോഎൻസൈമായി മാറും. ഒരു ഗ്ലൂക്കോസ് 2 പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. ഒരു പൈറുവിക് ആസിഡ് അല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ്? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ടുള്ളൂ. 2 പൈറുവിക് ആസിഡ് 2 പോയി, ഒരു പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി എന്ത് സംഭവിക്കും? ഈ അസറ്റൈൽ കോഎൻസൈമേ ഇവിടെ ഓക്സലോ അസറ്റിക് ആസിഡ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇറ്റ്സ് എ 4 കാർബൺ കോമ്പൗണ്ട്. ഓക്സലോ അസറ്റിക് ആസിഡ് ആദ്യം കേൾക്കുമല്ല, നേരത്തെ പഠിച്ച C4 സൈക്കിളിനകത്തുള്ള ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ് ഓക്സലോ അസറ്റിക് ആസിഡ്. അതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഉണ്ടായ കോമ്പൗണ്ട് പേര് സിട്രിക് ആസിഡ് എന്നാണ്. സിട്രിക് ആസിഡ്. ഇതിന്റെ എൻസൈമിന്റെ പേര് സിട്രേറ്റ് സിന്തേസ് എന്നാണ്. എൻസൈമിന്റെ പേര് സിട്രേറ്റ് സിന്തേസ് എന്നാണ്. ഇത് 4 കാർബൺ, ഇത് 2 കാർബൺ, സ്വാഭാവികമായിട്ട് 6 കാർബൺ. ശരിയല്ലേ? ശരിയാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇവിടെ ഉണ്ട് കുറെ സ്റ്റെപ്പുകൾ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് അസറ്റൈൽ കോഎൻസൈമേ കമ്പൈൻസ് വിത്ത് ഓക്സലോഅസറ്റിക് ആസിഡ് പ്രൊഡ്യൂസിംഗ് സിട്രിക് ആസിഡ്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സിട്രിക് ആസിഡ് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്. ഇറ്റ്സ് എ ട്രൈ കാർബോക്സിലിക് ആസിഡ്. അതുകൊണ്ട് ഈ സൈക്കിളിനെ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അഥവാ TCA സൈക്കിൾ എന്ന് വിളിക്കാറ്. അപ്പോ ക്രബ് സൈക്കിളിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? TCA സൈക്കിൾ, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. വൈ? ബിക്കോസ് സിട്രിക് ആസിഡ് ഇസ് എ ട്രൈ കാർബോക്സിലിക് ആസിഡ്. അതുകൊണ്ട് അതിന് വിളിക്കുന്ന പേരാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ. അങ്ങനെ വിളിക്കും. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കും, TCA സൈക്കിൾ എന്ന് വിളിക്കും, ക്രബ് സൈക്കിൾ എന്ന് വിളിക്കും. What are the names of Krebs cycle? Citric acid cycle, tricarboxylic acid cycle, TCA cycle. പരീക്ഷയ്ക്ക് TCA സൈക്കിൾ എഴുതാൻ നിങ്ങൾ അറിഞ്ഞു. ക്രബ് സൈക്കിൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ക്രബ് സൈക്കിൾ കോപ്പി പോക്കറ്റിൽ കാണും, പക്ഷെ ചോദ്യം മനസ്സിലായില്ല. അങ്ങനെ വരും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് വെച്ചാൽ എടുക്കുക. ഇത് 6 കാർബൺ കോമ്പൗണ്ട് ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഈ സിട്രിക് ആസിഡിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു. ഒന്നും ഞാൻ എഴുതുന്നില്ല. അപ്പൊ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്ന് വരുന്നതായിരിക്കും ഇവിടെ നിന്നും NADH2 ആയി മാറും. NADH2 മാറി. അപ്പൊ ഇത് റിഡക്ഷൻ റിയാക്ഷൻ ആണല്ലേ. ഓക്കെ, ആണ് ഓക്സിഡേഷൻ ആണ്. H+ പുറത്തു പോയില്ലേ, ഓക്സിഡേഷൻ. അപ്പോ ഇപ്പൊ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന് 5 കാർബണല്ലേ കാണത്തുള്ളൂ. കാരണം ഒരു കാർബൺ പുറത്തു പോയില്ല. എന്റെ പേര് ആൽഫ കീറ്റോൺ ഗ്ലൂട്ടാറിക് ആസിഡ് എന്നാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. By leaving one carbon dioxide and producing one NADH2, the citric acid become alpha ketoglutaric acid. It is a 5 carbon compound. മനസ്സിലായില്ലേ? ഇനി ഈ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് വീണ്ടും എന്ത് ചെയ്യും? ഒരു കാർബൺ ഡയോക്സൈഡ് മൊത്തമാണ്. അപ്പൊ ഉണ്ടാകുന്ന കോമ്പൗണ്ട് 4 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും. ഉറപ്പാണല്ലോ. അത് തന്നെ ഒരു NAD വന്നിട്ട് NADH2 ആയി മാറും. NAD വന്നിട്ട് NADH2 ആയി മാറും. ഒപ്പം ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ആണ് വിളിക്കുന്നത്. അത് GDP എന്നൊരു കോമ്പൗണ്ട് വന്നിട്ട് അതിനെ GTP ആക്കി മാറ്റും. GDP ഗുവാനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്നാണ്. അത് ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയി മാറും. നിങ്ങൾക്കറിയാം അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എല്ലാം തന്നെ DNA-യുടെ നൈട്രജൻ ബേസുകളാണ്. വെച്ചാൽ ATP തന്നെയാണ് GTP. പക്ഷെ GTP ഈക്വൽ ടു ATP എന്ന് പറയാൻ കഴിയും. ഓക്കെ, ഇപ്പൊ ഉണ്ടായ കോമ്പൗണ്ട് 4 കാർബൺ കോമ്പൗണ്ട് ആണ്. സംശയമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് 5 കാർബൺ പോയി. ഇത് പേര് സക്സിനിക് ആസിഡ് എന്നാണ്. 4 കാർബൺ കോമ്പൗണ്ട്. ദിസ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്. പഠിക്കാൻ ഒരു പാടൊന്നുമില്ല, അവിടെ ഈസി ആണ്, പഠിച്ചാൽ മാത്രം അല്ലേ. സോ ദിസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഇൻ വിച്ച് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് become succinic acid by removing 1 carbon dioxide and 1 NADH2 and GTP. Now, ഇതിൽ നിന്നും FAD എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അയാൾ വന്നിട്ട് FADH2 എന്നൊരു കോമ്പൗണ്ട് ആയി മാറും. NADH2 പോലെയുള്ള ഒരു കോമ്പൗണ്ടാണ് FADH2. ഫ്ലേവിൻ അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ് എന്നാണ് പേര്. ഫ്ലേവിൻ അഡിനിൻ ഡൈന്യൂക്ലിയേറ്റഡ്. ഇയാളിൽ നിന്ന് ഭാവിയിൽ 2 ATP കിട്ടും. NADH2 3 കിട്ടും. ഇയാളിൽ നിന്ന് 2 കിട്ടും.
ഇപ്പോൾ ഉള്ള കോമ്പൗണ്ട് പേര് ഇറ്റ്സ് എ 4 കാർബൺ ആസിഡ് കാർബൺ ഇസ് മാലിക് ആസിഡ്. അത് 4 കാർബൺ കോമ്പൗണ്ട്. മാലിക് ആസിഡിൽ നിന്ന് വീണ്ടും OA തന്നെ തിരിച്ചുള്ള സൈക്കിളാണ്. ഇവിടെ ഉണ്ടാവും ഒരു NAD ടു NADH. ഒരു NAD ഇവിടെ എന്തായാലും ആവും NADH പ്രൈമാവും. അപ്പോ ഇതുണ്ടാവില്ല. അപ്പൊ സൈക്കിളിലേക്ക് തിരിച്ചു വന്നു. സോ ഒന്നുകൂടെ ഞാൻ പറയാം, പൈറുവിക് ആസിഡ് അസറ്റിക് വൈൽസ്യം ആകുന്നു. അസറ്റിക് വൈൽസ്യം OAയുമായിട്ട് ചേർന്ന് സിട്രിക് ആസിഡ് ആവുന്നു. സിട്രിക് ആസിഡിൽ നിന്നും NADH ഉണ്ടാവുന്നു. കാർബൺ ഡൈഓക്സൈഡ് പുറത്തു പോകുന്നു. ആൽഫ ബീറ്റ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടാവുന്നു. അവിടെ നിന്ന് കാർബൺ ഡൈഓക്സൈഡ് പുറത്തു പോകുന്നു. NADH ആവുന്നു. GTP ആവുന്നു. സൾഫ്യൂരിക് ആസിഡ് ആവുന്നു. സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് FADH ആവുമ്പോൾ മാലിക് ആസിഡ് ആവുന്നു. മാലിക് ആസിഡ് NADH ആക്കി മാറ്റിക്കൊണ്ട് OA ആവും. സോ ദിസ് വൈ. ആൻഡ് ദിസ് ഇസ് ദ 4th സ്റ്റെപ്പ്. ആൻഡ് ദിസ് ഇസ് ദ 5th സ്റ്റെപ്പ്. സിമ്പിൾ അല്ലേ? ഇത് പലവണ്ണം പറയേണ്ട കാര്യമില്ല. ഒന്ന് പലവണ്ണം കണ്ടോ. നമുക്ക് എത്ര കിട്ടി നോക്കാം. എത്ര കാർബൺ കിട്ടി? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് 2 കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ ഇത് ഓർക്കണം, ഒരു പൈറുവിക് ആസിഡ് തുടങ്ങുകയാണെങ്കിൽ 2 അസറ്റൈൽ വൈൽസ്യം കാണും. അപ്പൊ 4 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലേ? ഓക്കെ, ഓർത്തു. ഇനി ഇവിടെ എത്ര NADH ഇട്ടു? NADH എത്ര കിട്ടി? ഒരു NADH ഇട്ടു, 2 NADH ഇട്ടു, 3 NADH ഇട്ടു. സോ വി ഗോട്ട് 3 NADH ഇട്ടു. 9. ഒരു NADH എന്ന് പറഞ്ഞാൽ 3 അല്ലേ? ഒരു FADH കിട്ടി. ഒരു FADH ഇട്ടു. സമയം 2. ഞാൻ പറഞ്ഞു ഒരു FADH 2 ATP എടുത്തു. ഒരു GTP കിട്ടി. എന്നുവെച്ചാൽ 1 ഒരു GTP വെച്ചാൽ ATP ആണ്. അപ്പൊ എത്ര കിട്ടി? 12. അപ്പോൾ ആദ്യം പറഞ്ഞ സൈക്കിളിൽ 12 ATP കിട്ടുന്നില്ലേ? വി ഗോട്ട് 20. ഇങ്ങനെയാണ് നമുക്ക് റെസ്പിറേഷനകത്ത് 38 ATP കിട്ടുന്നത്. മനസ്സിലായോ? ഈ സൈക്കിൾ ഇതുപോലെ തന്നെ കാണാൻ പഠിക്കണം. കറക്കി തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കും. ഇപ്പോൾ ഈ സൈക്കിൾ കൊടുത്തതിന് ഇതൊന്ന് വായിക്കും, ഇതൊന്ന് വായിക്കും, ഇതൊന്ന് വായിക്കും, അത് ചോദിക്കും. അല്ലെങ്കിൽ ഒരു NADH എത്ര ATP കിട്ടും, ഒരു FADH എത്ര ATP കിട്ടും, അത് ചോദിക്കും. ഇങ്ങനെ പലതും ചോദിക്കാം. അപ്പം സൈക്കിളും ഗ്ലൈക്കോളിസും നിങ്ങൾ പഴയ പേപ്പർ എടുത്ത് ഒരു 10 തവണ വരച്ച് പഠിക്കണം. പരീക്ഷയ്ക്ക് വന്നത് കാരണം എങ്ങനെ വന്നാലും ഇത് 2 വിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്കില്ല. ഒന്നെങ്കിൽ സൈക്കിൾ അല്ലെങ്കിൽ ഗ്ലൈക്കോളിസ്, അല്ലെങ്കിൽ ഗ്ലൈക്കോളിസ് അല്ലെങ്കിൽ സൈക്കിൾ മാറി തിരിച്ച് മറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചത്. I think you got how 38 ATP is from 1 glucose. ഇതൊരു സൈക്കിളാണ് 12. ഇതൊരു സൈക്കിൾ നടക്കുമല്ലോ. അപ്പൊ 26. ഇവിടെ 6 ഗ്ലൈക്കോളിസിൽ 8. അങ്ങനെയാണ് 38 ATP. ഓക്കെ, ഇനി ഇച്ചിരി ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയും. അത് ആ ക്ലാസ് പഠിക്കും. ഓക്കെ.